എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഓവണും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ അതുപോലെ മുട്ടയൊന്നും ചേർക്കാതെ ചെയ്യുന്ന കേക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ബട്ടർ മിൽക്ക് റെഡിയാക്കിയിട്ടെടുക്കണം. ബട്ടർ മിൽക്ക് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് പാലെടുക്കുക. അപ്പോൾ 1/2 കപ്പ് പാൽ നോർമലായിട്ടുള്ള പാലാണ്. ചെറുതായിട്ടൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാനീര്. അപ്പോൾ ഇതിലേതെങ്കിലും ചേർത്ത് കൊടുക്കാം. വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് മൈദയാണ്. 1 കപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ 240 ml കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വടിച്ച് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ എടുക്കുമ്പോൾ ഇതുപോലെ സ്പൂണിൽ അളന്നെടുത്തിട്ട് ഇതുപോലെ വടിച്ചെടുക്കുക. എന്നിട്ട് ഈ 1 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ വരെ മാറ്റാവുന്നതാണ്. അതായത് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. പക്ഷെ അപ്പോൾ കേക്ക് ഒത്തിരി അങ്ങ് സോഫ്റ്റായി പോകും, നമുക്ക് മുറിക്കാൻ വരെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മാറ്റിയത്. നിങ്ങളുടെ അടുത്ത് ടേബിൾ സ്പൂണൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂണിൽ അളന്നെടുത്താൽ മതി. ഇനി നമുക്ക് 1 കപ്പ് മൈദ നമുക്കിതിലേക്ക് അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ. കൊക്കോ പൗഡർ 1 ടീസ്പൂൺ മതി, അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് കളർ കിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ അരിച്ചെടുക്കാം. ചെറുതായിട്ട് കൊക്കോ പൗഡറിലൊക്കെ കട്ടകളൊക്കെ കാണും. അപ്പോൾ ഒരു 2 തവണയൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇനിയിപ്പോൾ 1 തവണയാണ് നിങ്ങൾ അരിക്കുന്നതെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനിവിടെ 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ കേക്കിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. പിന്നെ റെഡ് വെൽവെറ്റ് കേക്കിൽ മെയിനായിട്ട് ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് വളരെ നല്ലതാണ്. അപ്പോൾ ബട്ടറിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, അതായത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലാതെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ പഞ്ചസാര ഞാനിവിടെ 1/4 കപ്പാണ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ കേക്കിൽ ഓൾറെഡി ക്രീമും ഷുഗർ സിറപ്പൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ബട്ടർ മിൽക്കാണ്. ഇപ്പോൾ ബട്ടർ മിൽക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ബട്ടർ, അതുപോലെ പൊടിച്ച പിന്നെ 1/4 കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബട്ടർ മിൽക്ക്, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ നന്നായിട്ടിത് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിതുപോയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ പതുക്കൊന്ന് ഈ ഒരു മിക്സുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി കട്ടയായി പോവും. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പതുക്കെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി അങ്ങ് സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി കട്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാറ്റർ ഇരിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് റെഡ് ഫുഡ് കളറാണ്. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഡ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ റെഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ജെൽ കളറൊക്കെ ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്.
ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു പാനിലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ കേക്ക് ടിന്നാണെങ്കിലും കേക്ക് ടിന്നിൽ നന്നായിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന മൈദ ഒന്ന് തട്ടിക്കളഞ്ഞാലും മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ നമുക്ക് കേക്ക് ലാസ്റ്റ് എടുക്കാനൊക്കെ ഒത്തിരി എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ബാറ്റർ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഇതുപോലെ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ താഴെ ഒരു തട്ട് വെച്ച് കൊടുക്കണം. തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ കേക്ക് ഒഴിച്ചിട്ടുള്ള പാത്രം വെക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ഒരിക്കലും അടുപ്പിൽ വെക്കരുത്. പിന്നെ കേക്ക് ടിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കുക്കറിലൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് അടച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ടും തന്നെ ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. അപ്പം എനിക്ക് 25 മിനിറ്റാണ് കറക്റ്റ് എടുത്തത്. ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് 25 മിനിറ്റ് ആവാറായപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ആ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. നടുക്കൊക്കെ പ്രത്യേകിച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നന്നായി കേക്ക് തണുത്തതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുക. ഇപ്പം നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1-2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിക്കേണ്ടത്. ചൂടോടുകൂടി തന്നെ ഒന്നും കേക്ക് മുറിക്കരുത്. കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കേക്ക് മുറിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലെ കുറച്ച് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം മുകളിൽ ഇച്ചിരി ഭാഗമുള്ളൂ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കണ്ടില്ലേ, മുകളിലെ ഭാഗമൊക്കെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ക്ലീനായി കിട്ടി. ഈ കട്ട് ചെയ്ത ഭാഗമൊക്കെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കത്തി വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ നൂല് വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നൂല് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിതുപോലെ ഓരോ പ്ലേറ്റിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ മിക്സിയിലാണ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മിക്സിയുടെ ജാറ് ഒരു 1-2 മണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ക്രീമിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ശരിക്കും നല്ല സ്റ്റിഫായിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. കണ്ടില്ലേ, കുറച്ച് നേരം നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രീം താഴെ വീഴരുത്, അത്രയും നല്ല സ്റ്റിഫായിട്ട് കിട്ടണം നമ്മുടെ ക്രീം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്ന രീതി ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിന് മെയിനായിട്ട് വേണ്ടത് ക്രീം ചീസാണ്. അപ്പോൾ ക്രീം ചീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം. ഞാനതിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ക്രീം ചീസ് ഒരു 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രീം ചീസിലേക്ക് വേണമെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. കാരണം ക്രീം ചീസിൽ നമ്മൾ മധുരമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാനില എസൻസും കുറച്ച് പഞ്ചസാരയും ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം അത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമും ക്രീം ചീസിലേക്ക് നമ്മൾ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ബീറ്റൊന്നും ചെയ്യരുത്. നമ്മൾ അതൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ക്രീം ചീസാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ആ ക്രീം ചീസ് വരുമ്പോഴാണ് പെർഫെക്റ്റ് റെഡ് വെൽവെറ്റ് കേക്ക് ആവുക. പിന്നെ നമുക്ക് ക്രീം ചീസും അതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് നമ്മുടെ ക്രീം രണ്ടും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ കേക്ക് വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് ഒന്നുകൂടെ സോഫ്റ്റ് ആവുക. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഒന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഷുഗർ സിറപ്പ് നമുക്കിതിലേക്ക് കേക്കിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്രീമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പാലറ്റ് നൈഫ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലൊരു വീതിയുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ടേൺ ടേബിളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. ഇപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 2ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ 3 ലെയറിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രീമൊക്കെ നമുക്ക് 2ാമത്തെ ലെയറിൻ്റെ മുകളിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലുമൊക്കെ ക്രീമൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും താഴത്തെ ലെയറാണ് കേട്ടോ മേളിൽ വെക്കുന്നത്. അപ്പോൾ താഴത്തെ ലെയർ നമ്മളിതുപോലെ മേളിൽ വെക്കുമ്പോൾ മേളിലെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കാര്യം താഴത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ താഴത്തെ ലെയർ മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫുൾ കേക്ക് നമുക്ക് ക്രീമിൽ കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം കോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് മൊത്തം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കേക്ക് മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ മുകളിലത്തെ ഭാഗത്തു നിന്നൊക്കെ മുറിച്ചെടുത്ത പീസ് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ഞാനിതുപോലെ കേക്കിൻ്റെ ഈ ക്രംസ് വെച്ചിട്ട് മൊത്തം കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കേക്കിൻ്റെ ചുറ്റും നമുക്കിതുപോലെ കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ചുറ്റും ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ഭാഗത്ത് നടുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നടുക്കത്തെ സ്പേസ് നമുക്ക് പേരെഴുതാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുകളിൽ ഞാനിതുപോലെ ബാക്കി കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കേക്ക് ക്രംസ് തന്നെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ചാർട്ട് പേപ്പർ അങ്ങ് മാറ്റാം. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് ഹാർട്ട് ഷേപ്പിൽ അവിടെ കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 1-2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അതിനുശേഷം മാത്രം കേക്ക് മുറിക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ സാധാരണ വേറെ ഏത് കേക്കിനേക്കാളും ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ടാണ് റെഡ് വെൽവെറ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നമ്മളിതിനകത്ത് ചേർത്തേക്കുന്ന ആ ക്രീം ചീസും കൂടെ വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം മാത്രമല്ലാതെ ആ ക്രീം ചീസും കൂടെ ചേർത്തിട്ട് വേണം ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്കതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്